എല്ലാം രേണുവിന്റെ അഭിനയം. സുചേട്ടന്റെ ചരമവാർഷികത്തിൽ രേണു നാട്ടിലെ വിദേശത്താണ്. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാവിക്ക നാഴിക പോലെ എല്ലാ സമയത്തും സുചേട്ടനെ പാടി സ്തുതിച്ച് കേൾക്കുക രേണു സുധി. എന്തുകൊണ്ട് സുചേട്ടന്റെ മരണശേഷം നടത്തുന്ന ചരമവാർഷിക ദിനത്തിൽ പങ്കെടുക്കാതെ വിദേശത്ത് പോയത്? അതൊക്കെ ഒരു ഇതുണ്ടെങ്കിലും സുചേട്ടൻ എന്ന വ്യക്തിനെ 24 മണിക്കൂർ സുചേട്ടന്റെ പേര് വെച്ച് ഫേമസ് ആയ രേണു സുചേട്ടന്റെ വാർഷിക ദിനത്തിൽ രേണു നാട്ടിലില്ല. രേണു വിദേശത്താണ്. രേണു വിദേശത്തിരുന്ന് വീഡിയോ കോളിലൂടെയാണ് വീട്ടിലെ പ്രാർത്ഥനകളും മറ്റ് ചടങ്ങുകളും ഒക്കെ കണ്ടത്. രേണുവും വീട്ടുകാരുമായിട്ട് ചെറിയൊരു അകൽച്ച നിന്ന അച്ഛൻ, എന്താ വെച്ചാൽ രേണുവിന്റെ വീട്ടുകാരും രേണുവും കൂടെ ചീത്ത വിളിച്ചാണ് അച്ഛൻ അന്ന് സമയത്ത് പോയത്. ആ അച്ഛൻ വരെ ബിഷപ്പ് വരെ വന്ന് സുചേട്ടൻ്റെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും രേണു ഇവിടെ ഇല്ല. ഇത്രയും സുചേട്ടനോട് ഇഷ്ടമുള്ള രേണു ആ സമയത്ത് ആ യാത്ര മാറ്റിവെച്ച്, എന്ത് പരിപാടി ആയിക്കോട്ടെ മാറ്റിവെച്ച് അത് ഈ ചടങ്ങിൽ പങ്കെടുക്കണമായിരുന്നു. അത് ശരിയായ ഒരു നടപടിയല്ലത്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു അത്യാവശ്യമാണ്, ഏത് ചടങ്ങുകളാണെങ്കിലും നമുക്ക് പറയാം അവരോട്, ഇന്ന ചടങ്ങ് കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് രേണു തന്നെയാണ് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്. നാഴിക്ക് 40 വട്ടവും എല്ലാവരോടും സുചേട്ടൻ്റെ ഇത്, സുചേട്ടൻ അങ്ങനെയാ, സുചേട്ടൻ ഇങ്ങനെയാ എന്നൊക്കെ പറയും. എന്നിട്ട് ഈ രേണു ഇവിടെ ഇല്ലാതായി. അപ്പൊ രേണുവിനൊരു സുചേട്ടനുള്ള കാശാണ്. എന്നിട്ടാണ് രേണു ഇങ്ങനെ സുചേട്ടനെ സൂചിച്ച് നടക്കുന്നത്. അപ്പൊ എല്ലാം അഭിനയല്ലേ? നിങ്ങൾ തന്നെ പറ. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഒരാളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി, ആ വ്യക്തിയുടെ വേർപാടിൽ രേണു ഒരുപാട് സങ്കടപ്പെട്ടു, സമ്മതിച്ചു. പക്ഷേ ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോൾ രേണു വിദേശത്ത് പോയിരിക്കുന്നത് അത്ര നല്ലതല്ല. ഇതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ, ചാനൽ സബ്സ്ക്രൈബ്, മറ്റൊരു വീഡിയോ തുടരാൻ. താങ്ക് യു.